നിനക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹം വേണമോ? ശാന്തിയും സമാധാനവും വേണ്ടേ? നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കും ഉത്തരം വേണ്ടേ? എങ്കിൽ നീ എല്ലാറ്റിനും എന്ന് വെച്ചാൽ നിന്റെ എന്തൊക്കെ നടക്കാത്ത കാര്യങ്ങളുണ്ടോ എങ്കിൽ നീ ഇന്നു മുതൽ കർത്താവിന് നന്ദിയും സ്തുതിയും ചൊല്ലുക. വെറുതെ പറയുന്നതല്ല മക്കളെ, അനുഭവത്തിൽ നിന്നും പറയുകയാണ്. ഒരു ഭവനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഉത്തരം ഇല്ല എന്നു നീ ചിന്തിച്ച് വിഷമിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഞാൻ നിന്നോട് താണു വീണു പറയുന്നു, നീ നമ്മുടെ കർത്താവിന് നന്ദിയും സ്തുതിയും പറയുക. മുഴുത്ത വട്ടാണെന്നു നിങ്ങൾ പറയും. സാരമില്ല, പക്ഷേ അനുഭവമാണ് ഗുരു. എങ്ങനെ നന്ദിയും സ്തുതിയും ചൊല്ലണമെന്ന് കൂടി പറയാം. എൻ്റെ കർത്താവെ, ഞാൻ തളർന്നു, എൻ്റെ ഭാരം ഇനി എനിക്ക് എടുക്കാൻ വയ്യ. നീ എന്താണോ വിഷമിക്കുന്നത് ആ കാര്യം മനസ്സിൽ വെച്ച് ഇനി ഇത് നീ ഏറ്റെടുക്കുക. ഞാൻ ചുമക്കില്ല, നീ എനിക്ക് വേണ്ടി എൻ്റെ വേദന ചുമക്കണം എന്നു നീ പറഞ്ഞ്, യേശുവേ, നീ ഈ കുരിശ് എനിക്ക് തന്നതിന് ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു. അതിലേക്ക് നിൻ്റെ തിരുനിണം ഒഴുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നിങ്ങളുടെ ഏത് ആവശ്യമാണോ ഒരു പ്രാവശ്യം പറയുക. പിന്നെ നിങ്ങൾ കർത്താവിനോട് നന്ദിയും സ്തുതിയും പറഞ്ഞാൽ മാത്രം മതി. നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഒന്നും ഇല്ലായ്മയിൽ നിന്നും അവസാനിച്ചിടത്തു നിന്നും തുടങ്ങുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. നെഹമ്യാ 4:20 പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധിക്കും മുൻപിൽ പതറാതെ യേശുവിലേക്ക് നോക്കി, അങ്ങേക്ക് ഈ വേദന എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇത് നീ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിനക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. ആമേൻ.